ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യത്തെ ഫോട്ടോ കണ്ടപ്പോഴോ അല്ലെങ്കിൽ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത് പ്രത്യേകിച്ച് വേറൊരു വ്ളോഗോ അല്ല, നമ്മുടെ ഓണം സെലിബ്രേഷനാണ്. ബാംഗ്ലൂരിലെ ഓണം സെലിബ്രേഷൻ വ്ളോഗാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഞങ്ങളൊരു 4 ഫാമിലീസ് കൂടിയിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്തതും, 5 ഫാമിലീസും പിന്നെ കുറച്ച് കുട്ടികളും എല്ലാവരും കൂടിയിട്ട്, പിന്നീട് കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരു വ്ളോഗാണ്. സോ രാവിലെ തന്നെ ഒരു ഭാഗത്ത് കുട്ടികളൊക്കെ കുളിച്ച് റെഡിയായിട്ട് അവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കിച്ചണിലെ തിരക്കാണ് ഈ കാണുന്നത്. ബേബി ആൻറ്റിയും നിഷ ആൻറ്റിയും അമ്മയും കൂടിയിട്ട് ഇവിടെ സദ്യവട്ടങ്ങൾ തയ്യാറാക്കാനുള്ള ഒരു ഇതിലാണ്. സോ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, പുളിയിഞ്ചി, പിന്നെ ഇലശ്ശേരി, പുളിശ്ശേരി, അവിയൽ, തോരൻ, ചോറ്, സാമ്പാർ, പിന്നെ പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. സോ എല്ലാം ഓലനും കൂടിയിട്ടൊക്കെ കൂടി ആക്കിയിട്ട് ഒരു സദ്യയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നമ്മൾ കിച്ചൂട്ടം വിളമ്പി കൊടുക്കുന്നുണ്ട്. സോ അതാണ്. കഴിച്ചതിന് ശേഷം ലീഷറിന് വേണ്ടിയിട്ട് കുറച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യമൊക്കെ ആയിട്ട് നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ദിശധ്വനിയൊക്കെ ആയിട്ട് പെർഫോമൻസ്, അവർ ലാസ്റ്റ് ടൈം ഗണേശ ചതുർത്ഥിക്ക് കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തില്ല. സോ സെയിം ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങായ വാട്ടർ പാക്കറ്റിനുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ അവർ തന്നെ പ്രാക്ടീസ് ചെയ്തതാണ്. 1 വീക്ക് ഗ്യാപ്പ് ആയതുകൊണ്ട് 1-2 സ്റ്റെപ്പൊക്കെ മറന്നൊന്നുമല്ല, സിങ്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ആ കുട്ടികൾ പെർഫോമൻസൊക്കെ ചെയ്ത് എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. പെർഫോമൻസ് എല്ലാവരും സദ്യയൊക്കെ തയ്യാറാക്കി ക്ഷീണിച്ച്, അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ക്ഷീണിച്ച് അമ്മമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, വാച്ചിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ടൊരു തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. ഇതൊന്നും പ്രാക്ടീസ്ഡോ ഒന്നുമല്ല, ഓൺ സ്പോട്ടാണ്. അറിയുന്ന 2-3 പേര്, നമ്മുടെ പ്രീവിയസ് തിരുവാതിരക്കളിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. കുറച്ച് ആൾക്കാർ ഓൾറെഡി പെർഫോമൻസ് അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഓൺ ദി സ്പോട്ട് കണ്ട് ഒപ്പം ചെയ്യുന്നതാണ്, അല്ലാതെ ഇതൊന്നും പ്രാക്ടീസ്ഡ് ആയിട്ടോ ഒന്നും കളിച്ചതല്ല. എല്ലാവരും അവരവർ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ കാണുന്നു, കളിക്കുന്നു, അങ്ങനെയായിരുന്നു. ആരും പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരില്ലാത്തതുകൊണ്ട് അതൊരു നല്ലൊരു പെർഫോമൻസ് തന്നെ ആയിരുന്നു. അതൊരു ഫൺ ആൻഡ് എൻ്റർടൈനിങ് ആയിരുന്നു. കുറച്ച് നേരം എല്ലാവർക്കും അപ്പോൾ ഓണമായിട്ട് തിരുവാതിരക്കളി ഇല്ലാന്നൊരു ഫീലിംഗ് ഇല്ലാതെ എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു.
വേണ്ടാച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു പെർഫോമൻസ് കളിച്ചതാണ്. അതുകൊണ്ട് അതും നല്ല ഒരു ഫണ്ണായിരുന്നു. നല്ല എൻജോയ് ചെയ്തു, മാക്സിമം എൻജോയ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾക്കും ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ചുണ്ടിൽ മലരോണ പാട്ട് ശ്രേയയ്ക്കും കൂടിയിട്ട് ടൈയായിരുന്നു. അയ്യോ അവരവരെ ഫ്രണ്ട്സ് പോകുമ്പോ അശോ ഈശോ ഞാനല്ല പ്ലേ ചെയ്യുന്നത്. ഓടി Music start. Music start. ഇവർ മനസ്സിലാക്കി അപ്പോൾ നല്ല ശരിക്കും ചിരിച്ച് എല്ലാം ഉണ്ടായിരുന്നു. ഡിസ്കഷൻസും കാര്യങ്ങളും ചെറിയ ചെറിയ കളികളും തമാശകളും എല്ലാം എനിക്ക് തോന്നണം മിക്കവാറും പ്രണവം കളി
വന്ന് നിൽക്കട്ടെ. അമ്മയും കുറച്ച് നേരം കളിച്ചു. അതിന് ശേഷം ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോ സെഷനൊക്കെ എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസും കുട്ടികളുടെയും എല്ലാവരും കൂടിയിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഒരു ഡേ ഓണം സെലിബ്രേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം.